ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് ആരൊക്കെ? തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് പാറ്റേൺ 3 മുന്നണികളിലും പുനഃപരിശോധന അനിവാര്യമാക്കിയിരിക്കുന്നു. ഇടതു മുന്നണിയുടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾക്ക് എന്തു സംഭവിച്ചു? ബിജെപിക്ക് നഗരങ്ങളിൽ വോട്ട് നിലയിൽ എന്ത് മാറ്റമുണ്ടായി? ഇടക്കാലത്ത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയ ഇടതുപക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്താണ്? ചിലയിടങ്ങളിലൊഴികെ ബിജെപിക്ക് ക്രിസ്ത്യൻ വോട്ടുകളെ കാര്യമായി സ്വാധീനിക്കാനുമായിട്ടില്ല. ഇതെല്ലാം മുന്നണികൾ ഇഴകീറി പരിശോധിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് പുറത്തുവരികയാണ്. ഇതാ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുൻപ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെത്തി. വർഷങ്ങൾ അടയിരുന്ന ശേഷം ഇതാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിയമസഭാ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഉത്തരവിടുന്നു ഇടതുപക്ഷം. ഇതാ ക്രൈസ്തവരുടെ 13 പ്രധാന വിഷയങ്ങൾ തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, തങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഇടതുപക്ഷ സർക്കാർ. തീർച്ചയായും വോട്ടിങ്ങിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരും ഈ പ്രഖ്യാപനങ്ങളും ഈ സമീപനങ്ങളും ഈ സന്ദർശനങ്ങളും ഒക്കെ കൊണ്ട്. വോട്ടെടുപ്പ് കഴിയും, വീണ്ടും 5 വർഷത്തേക്ക് ക്രിസ്ത്യാനികളെ കാണാത്ത കേരളത്തിലെ രാഷ്ട്രീയക്കാർ. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് എന്നതിന്റെ പൂർണ്ണമായും തെളിവാണ് ഈ അവസാന സമയത്തെ തെരഞ്ഞെടുപ്പിനുള്ള ഓട്ടം തുടങ്ങുന്നതിന്റെ ആദ്യ പടിയായുള്ള ഈ ഉത്തരവ്. ക്രൈസ്തവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ പട്ടയം, വന്യജീവി ആക്രമണങ്ങൾക്കെതിരായുള്ള നടപടി, സ്കൂളുകളിലെ നിയമനങ്ങൾ തുടങ്ങി 13 പ്രധാന വിഷയങ്ങളിൽ തങ്ങൾ ക്രൈസ്തവർക്കൊപ്പമാണ്, അതിനുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ക്രൈസ്തവ വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഹാൻഡിലുകൾ തിരിഞ്ഞു തുടങ്ങി, സോഷ്യൽ മീഡിയ ക്ലബ്ബുകൾ ഇനി സജീവമാകും. ഉമ്മൻചാണ്ടിയുടെ യുഗത്തിന് ശേഷം UDFും സഭകളുമായുള്ള ആശയവിനിമയത്തിലെ പോരായ്മ അത് കോൺഗ്രസ് വിലയിരുത്തുന്നു. ഏതായാലും 5 വർഷത്തിന് ശേഷമാണ് എന്ന് മാത്രം. ഒരിടത്തും തിണ്ണ നിരങ്ങില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ തിണ്ണ നിരങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഇനി മൗനമായിരിക്കും. KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിലേക്കുള്ള തീരുമാനം എത്തിയത് പോലും ക്രൈസ്തവ വോട്ടുകൾ മുന്നിൽ കണ്ടാണ് എന്നാരെങ്കിലും ആക്ഷേപിച്ചാൽ അല്ല എന്ന് പറയാൻ കോൺഗ്രസുകാർക്കുമാവില്ല. ഏതായാലും പ്രതിപക്ഷ നേതാവ് സിനഡിലെത്തി. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം ആശയവിനിമയം ഉണ്ടാകണം എന്നാണിപ്പോൾ പാർട്ടി അണികൾക്ക് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവും കഴിഞ്ഞ ദിവസം സീറോ മലബാർ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടുകഴിഞ്ഞു. പ്രധാനമന്ത്രി മാർച്ചിൽ ആദ്യം കേരളത്തിൽ വരുമ്പോൾ സഭാ നേതാക്കളെ കാണും എന്നാണ് പ്രഖ്യാപനം. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ, പൂഞ്ഞാറിൽ PC ജോർജ്, പാലായിൽ ഷോൺ ജോർജ് ഇവരൊക്കെ മത്സരിച്ചാൽ ക്രൈസ്തവരുടെ പിന്തുണ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാം എന്ന് BJPയും കണക്കാക്കുന്നു. കളം ഒരുങ്ങിക്കഴിഞ്ഞു. 5 വർഷം ആർക്കും വേണ്ടാതിരുന്ന ക്രിസ്ത്യാനികൾ ഇനി കുറച്ചു നാളത്തേക്ക് മൂല്യമുള്ളവരായി മാറും.